Hello friends, welcome back to Bilingual Tutorial. This is Maya Anandan. Today we are discussing passive voice part 3. And it is chapter 51 from Fine Tuner English. Today we can convert some active sentences to passive sentences. Let's move on. Okay, see this first sentence. I taught her cooking. Here you can see two objects, her and cooking. So, ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റ് വരുന്ന സെൻറ്റൻസസിനെ പാസീവ് വോയിസിൽ എഴുതാം. അതിൻ്റെ പാസീവ് വോയിസിൽ വരുമ്പോൾ ഏതായിരിക്കും നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്? സി ദിസ് കൈൻഡ് ഓഫ് സെൻറ്റൻസസ് ക്യാൻ ബി ചേഞ്ച്ഡ് ടു പാസീവ് ഇൻ ദിസ് വേ. ദാറ്റ് മീൻസ് രണ്ട് ഒബ്ജക്റ്റിനെയും നമുക്ക് പാസീവിൽ സബ്ജക്റ്റ് ആയിട്ട് എഴുതാം. സി ദ ഫസ്റ്റ് എക്സാമ്പിൾ, ഷീ വാസ് ടോട്ട് കുക്കിംഗ് ബൈ മീ. ദെൻ കുക്കിംഗ് വാസ് ടോട്ട് to her by me. So here we have taken her or she as the subject, and here we have taken cooking as the subject. Okay, so these kind of sentences, how we can make it passive? We can take both the objects as subject. Okay, then see the next one. They laughed at. They laughed at a poor man. Here laughed at is a prepositional verb. Prepositional verb active sentence ആണെങ്കിൽ അതിനെ പാസീവ് ആക്കുമ്പോഴും ആ prepositional verbനെ അങ്ങനെ തന്നെ നിർത്തണം. Okay, see this rule. When a prepositional phrase is changed to passive, the preposition should not be dropped. So preposition മാറ്റാൻ പാടില്ല. So how we can write the passive sentence? A poor man was laughed at by them. So a poor man was laughed at. Prepositional phrase നെ അങ്ങനെ തന്നെ നിർത്തി നമ്മൾ പാസീവ് ആക്കിയപ്പോൾ. Okay, see the next sentence. Mike can do this job. Here can do നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ എഴുതിയ അതേ ഫോമിലാണ് വരുന്നത്. വിൽ എന്ന് ചേർത്തിട്ട് വിൽ V1 എഴുതുന്നത് പോലെ തന്നെയാണ് ക്യാൻ ഡു എന്ന് വന്നിരിക്കുന്നത്. സോ ഹിയർ വി നീഡ് ടു റീറ്റെയിൻ ദാറ്റ് ഓക്സിലറി. അടുത്ത പാസീവ് വോയിസിലേക്ക് വരുമ്പോഴും ആ ഓക്സിലറിയെ അങ്ങനെ തന്നെ നിർത്തേണ്ടതുണ്ട്. സോ ദെയർ വി നീഡ് ടു ആഡ് ബി, അതായത് ഡെഫിനിറ്റ് ഫോം ഓഫ് ഓക്സിലറി അവിടെ നമ്മൾ ആഡ് ചെയ്യണം. സോ ടു ചേഞ്ച് ഓക്സിലറി വെർബ് ആഡ് ബി അലോങ് വിത്ത് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ to the verb. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓക്സിലറിയെ ക്യാനിനെ നമ്മൾ പാസീവിലേക്ക് ആക്കണമെങ്കിൽ ക്യാനിൻ്റെ കൂടെ ബി ചേർത്താൽ മാത്രം മതി. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ബി പ്ലസ് V3 ഫോമാണ് പാസീവിൻ്റെ ഫോം. സോ ക്യാനിൻ്റെ കൂടെ നമ്മൾ എന്തെഴുതി? ബി എഴുതി. ക്യാൻ പോലെ തന്നെയാണ് മേ വന്നാലും മസ് വന്നാലും മൈറ്റ് വന്നാലും ഒക്കെ നമ്മൾ അതിൻ്റെ കൂടെ ബി ചേർത്തിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയാൽ മതിയാകും പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ. സോ Mike can do this job can be written like this. This job can be done by Mike. Okay, next we have to discuss some special case of passives. ഇവിടെ 4 and 5 കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാസീവ് വോയിസസ് ആണ്. അതൊന്ന് നോക്കാം. See, close the door. You know this is an imperative sentence. Close the door എന്ന് പറഞ്ഞാൽ അതൊരു ഓർഡർ ആണെന്ന് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഒരു കമാൻഡ് ആണെന്നറിയാം. So you know it is imperative sentence. So how we can make passive form of imperative sentences? Let's see. To change imperative sentences, let be is used if the sentence is to remain imperative, or otherwise should be is used. ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആ ഇമ്പരേറ്റീവ് ഫീൽ തന്നെ കൊണ്ടുപോകണമെങ്കിൽ, ഇമ്പരേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസസ് വിച്ച് കൺവേസ് എ കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, വിഷ്, ഇതിനൊക്കെ ഇമ്പരേറ്റീവ് സെൻറ്റൻസസ് എന്നാണ് പറയുക. സോ ആ ഫീൽ അവിടെ നിർത്തണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ലെറ്റ് ബി, ഓർ എൽസ് വി ക്യാൻ യൂസ് ഷുഡ് ബി. സോ സീ ദിസ് എക്സാമ്പിൾസ്. ക്ലോസ് ദ ഡോർ ആൻഡ് ദ പാസീവ് വോയിസസ് ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്. ലെറ്റ് the door be closed. There is no change in the structure. And respect your elders. Your elders should be respected. It's also written in the same form of passives we have already discussed.
ആ പാസീവ്സിൻ്റെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നോ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒബ്ജക്റ്റ് ബിക്കം സബ്ജക്റ്റ്, ഹിയർ ഓൾസോ ഒബ്ജക്റ്റ് ബിക്കം സബ്ജക്റ്റ് ആൻഡ് ബീസ് ഫോം ഇസ് ആഡഡ് ദെയർ ആൻഡ് V3 form closed is added, here it is respected added. So the structure of passive voice satisfied here. But see the next examples. The sugar tastes sweet, the cloth feels rough. Just try to do the sentence in the same way we have made the passives. എങ്ങനെ നമ്മൾ ഇത്രയും നേരം ചെയ്തു വന്ന അതേ ഫോമിൽ ഇതിനെ ഒന്ന് മാറ്റി നോക്കാം. Sweet is tasted sugar. Is it a right sentence? Sweet tastes or sweet is tasted sugar. സ്വീറ്റിൻ്റെ ടേസ്റ്റ് ആണോ ഷുഗർ? അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ തെറ്റാവുന്നു. സോ അതെങ്ങനെയാണ് നമുക്ക് പാസീവായിട്ട് എഴുതാം? ഈ സെൻറ്റൻസ് തന്നെ ഷുഗർ, ദ ഷുഗർ ടേസ്റ്റ് സ്വീറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ക്വാസി പാസീവ് മൂഡിലാണ് നമ്മൾ പറയുന്നത്. ട്രാൻസിറ്റീവ് വെർബ്സിന് പാസീവ് സെൻസ് കിട്ടുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്വാസി പാസീവ്സ് എന്നാണ്. പാതി പാസീവ്സ്. അപ്പോൾ കംപ്ലീറ്റ്ലി അത് ആക്റ്റീവ് അല്ല. സോ പാതി പാസീവ്സ് ആയിട്ടുള്ള ഇങ്ങനത്തെ സെൻറ്റൻസസിനെ എങ്ങനെ വി ക്യാൻ മേക്ക് കംപ്ലീറ്റ്ലി പാസീവ്? സോ ദിസ് എക്സാമ്പിൾ, ദ ഷുഗർ ടേസ്റ്റ് സ്വീറ്റ്. ഷുഗറിന് നല്ല മധുരം ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? സോ എങ്ങനെ നമുക്കതിൻ്റെ പാസീവ് ആക്കാം? ഇവിടെ ക്വാസി പാസീവ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്തൊക്കെയോ മിസ്സായി എന്ന് മാത്രമേ അതിനുള്ളൂ. സോ ഹൗ വി ക്യാൻ മേക്ക് ഇറ്റ്സ് പാസീവ് സെൻസ്? ഷുഗർ ഈസ് സ്വീറ്റ് വെൻ ടേസ്റ്റഡ്. സോ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള പാസീവ് ഫോം. ഇത് പകുതി പാസീവേ ആയുള്ളായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് V3 ഫോമും വന്നു, ബിയുടെ ഫോമും വന്നു, ഈസും വന്നു, ബിയുടെ ഫോമായ ടേസ്റ്റഡും വന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെൻ ചേർത്തു. ഓക്കെ, ദെൻ ഇവിടെ ഓൾറെഡി ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സബ്ജക്റ്റായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് മാറ്റേണ്ട ആവശ്യം ഇല്ലായിരുന്നു. സോ ദ റൈറ്റ് പാസീവ് സെൻറ്റൻസസ് ഷുഗർ ഇസ് സ്വീറ്റ് വെൻ ടേസ്റ്റഡ്. Likewise, you can see another sentence, the cloth feels rough. How we can make passive form of this sentence? It is the cloth is rough when felt. Feels എന്നുള്ളതിൻ്റെ past participle form ആയ felt എടുത്തു. So the cloth is rough when it is felt. Okay, that is the right passive form of this sentence. The cloth feel rough. Feels, it is simple present, and cloth we know it is the subject here, and likewise here also it is the subject cloth. And സിംഗുലർ ആയതുകൊണ്ട് തന്നെ അവിടെ ഫീൽസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഈസ് എടുത്തു. ദെൻ ഫെൽറ്റ് എന്നുള്ളത് V3 ഫോം ആണ്. ഇവിടെ പാസീവിൻ്റെ റൂള് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു. ദിസ് ഇസ് ദ വേ ഹൗ വി ക്യാൻ മേക്ക് ക്വാസി പാസീവ്സ് ടു കംപ്ലീറ്റ്ലി പാസീവ്സ്. Okay, we have already studied interrogative sentences. In last video, you have seen what is interrogatives and type of sentences. So, interrogatives, you know, it is questions. Interrogatives എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ yes or no question and WH questions ഉണ്ട്. Next, we are going to see how we can make passive form of yes or no questions. And you know, yes or no question begin with auxiliary. So, how we can make passive form of those sentences? See, do you wash the cloth? And you can see do changed into is, and the sentence passive sentence also conveys the question mood. So how we can make it? It is in case of an interrogative sentence or in case of interrogatives, do, does, did become is, are or was, were. സബ്ജക്റ്റിന് അനുസരിച്ച് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റ് ആക്കുമ്പോൾ അതിനനുസരിച്ച് ഈസോ ഓസോ ആറോ വേറോ ചേർക്കാം. ദെൻ ഹാവ് പ്ലസ് V3 ഫോം ഉണ്ടാവാം. ക്വസ്റ്റ്യനിൽ തന്നെ ഇറ്റ് ക്യാൻ ബിഗിൻ വിത്ത് ഹാവ് പ്ലസ് V3 ഫോം. അങ്ങനത്തെ ക്വസ്റ്റ്യനെ പാസീവ് ആക്കുമ്പോൾ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 ചേർക്കണം. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. So how we can write the sentence? Do you wash the cloth? So is the cloth washed by you? Is the cloth washed by you? The cloth subject അവിടെ അങ്ങനെ തന്നെ വന്നു. നമ്മൾ do മാറ്റി അതിന് പകരം
ഈസ് എടുത്തു, കാര്യം ഇത് സിംഗുലർ ആയതുകൊണ്ട്. ദെൻ വാഷിൻ്റെ V3 ഫോം വാഷ്ഡ് എടുത്തു, ബൈ യു എന്നുള്ളതും ചേർത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അതിൽ നിന്ന് മനസ്സിലാക്കുക ഈ മൂഡാണ് അവിടെ പാസീവ് വോയിസിലും വന്നിരിക്കുന്നത്. Then see the next example. Did they solve the problem? Did become was or were. So did they solve the problem? Problem is singular, so we have taken was. Was the problem solved? V3 form solved. Solved by them. Okay, one more with the construction have. Have they done their duty? Here have begin with have, and we know how we need to change that sentence. Have plus been plus V3. Here duty is singular, so we have taken has. Instead of have ന് പകരം നമ്മൾ has എടുത്തു. കാരണം എന്താണ്? ഡ്യൂട്ടി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട്. ദെൻ ബീൻ പ്ലസ് V3 ഫോം. V3 ഫോം അങ്ങനെ തന്നെ എഴുതി, എക്സ്ട്രാ നമ്മൾ ബീനാണ് ചേർത്തിരിക്കുന്നത്. And this is how we can make an interrogative sentence into passives. The last one we can discuss, it is impersonal usage, or how we can write impersonal sentences. In these examples, people say that, the child hopes that, and the patients believe that. Here it is, we can see some persons, people, the child, patients, but name is not given. So in such cases, how we can make passives? It is by adding it is. It is said. Say becomes V3 form of say, said. Then hopes becomes hoped. Believe become believed. Okay, so for these subjects, people, the child, patients, what is added here? It is it is. Instead of these whole personal reference, it is added to avoid the personal reference and make it more impersonal. Personal വ്യക്തിപരമായിട്ടുള്ള റെഫറൻസ് കൊടുക്കാതെ ഇംപേഴ്സണൽ ആയിട്ട് റെഫർ ചെയ്യാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഇറ്റ് എന്നുള്ള പ്രോനൗൺ ആണ്. ഓക്കെ. Next time giving you some questions. You need to change these passive sentence to active. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പാസീവ് സെൻറ്റൻസ് തന്നിട്ട് ആക്റ്റീവ് എഴുതാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ വിച്ച് voice is this, passive or active. അങ്ങനെയും questions വന്നിട്ടുണ്ട്. So try this one. Let the command be given. How we can make its active form? ഇത് imperative sentence ആണ്. So how we can write the answer? It is give the command, or give command is enough. Then second one, easy solutions should be avoided. How we can write? Just think and write there in your note. Yeah. Avoid easy solutions. Okay, in this way we can change passive sentence to active. So, ഇങ്ങനെയൊക്കെ questions expect ചെയ്യണം. Hope you understood passive and active voice. ഇതോടുകൂടി പാസീവ്സിൻ്റെ ലെസൺ തീരുവാണ്. നെക്സ്റ്റ് വിൽ ബി മൂവിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. ബാക്കി ലെസൺസിന് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.